ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചാർട്ട് പേപ്പറുകൾ വെച്ചാണ് ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 കളർ ചാർട്ട് പേപ്പറുകളാണ്. നമ്മൾ എടുത്തിട്ടുള്ള റെഡ് കളർ ചാർട്ട് പേപ്പറിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസാണ് നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ആ ഒരു പീസ് മടക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മളത് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായി വരുന്ന ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്കിതിൻ്റെ മടക്കിലൂടെ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് ഓരോന്നും ഇതളുകളുടെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന പേപ്പർ ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളത് മുഴുവനായും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതൊന്ന് നിവർത്തി നോക്കാം. ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന യെല്ലോ കളർ ചാർട്ട് പേപ്പറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് വീണ്ടും ഇതുപോലെ മടക്കി കൊടുത്ത് ഇതുപോലെ ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് മുഴുവനായും നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്ലവറിന്റെ നടുക്കായി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മളത് റോൾ ചെയ്തെടുത്തു. അതിനുശേഷം ഇതുപോലെ വിടർത്തി കൊടുക്കണം. ഇപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നീട് നമ്മളത് ഫ്ലവറിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ നിന്നും ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇതും നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും നമ്മളതൊരു ഫ്ലവർ പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമ്മളിവിടെ കെട്ടുകമ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തിട്ടുള്ള കെട്ടുകമ്പിയുടെ ഈ ഒരു അറ്റം നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ്. നമ്മൾ വളച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം വീണ്ടും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കമ്പിയിലേക്കൊന്ന് ഇതുപോലെ കോർത്തെടുക്കുകയാണ്. ഇവിടെ ആയിട്ട് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഒട്ടിച്ചെടുക്കണം. പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്ലവർ ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ അതിന് മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവറും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ ഫ്ലവർ അതിന് മുകളിലായിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ തണ്ടിലായിട്ട് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ് ചുറ്റി കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം. ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുത്താലും മതി. നമ്മുടെ കയ്യിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതാണ് ചുറ്റി കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ആ ഒരു കമ്പിയിൽ മുഴുവനായും ഇത് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ 4 പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. കളർ പേപ്പറുകളേക്കാൾ ചാർട്ട് പേപ്പറിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് നമ്മുടെ പൂക്കളൊക്കെ ശരിക്കും നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം LED ബൾബിന്റെ ഈ ഒരു ബോക്സിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ബോക്സിന്റെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിൽ കളർ പേപ്പർ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ഈ ബോക്സിൽ കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഒരുപാട് പേപ്പർ ക്രാഫ്റ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്.
കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പറയണം. വീഡിയോ കണ്ടുപോവാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ ആരും മറന്നു പോവരുതേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കളർ പേപ്പർ നമ്മൾ ബോക്സിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇതിനുള്ളിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിന് മുകളിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റുമായിട്ടാണ് ഇലകൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ നിന്ന് നമ്മൾ ഇതുപോലെ കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇലകളും നമുക്ക് അതിന് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ ഇലകളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ആയിട്ട് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ അതിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഓരോ പൂക്കളുടെ തണ്ടിലും നമുക്ക് വേണമെങ്കിൽ ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ തണ്ടുകളിലൊന്നും ഇലകൾ ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇനി നമ്മുടെ പൂക്കൾ നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ പൂക്കൾ അതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചാർട്ട് പേപ്പറുകൾ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുതേ. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായവർ ഒരു ലൈക്ക് തരിക. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.